ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 1.3 കോടി വില വരുന്ന സ്വത്തുക്കളാണെന്ന് കണ്ടുകെട്ടിയത്. ശബരിമലയിൽ നടന്നത് വ്യാപകമായ ക്രമക്കേടാണെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 8ഓളം സ്വത്തുവകകൾ കണ്ടുകെട്ടി. ശബരിമലയിലെ സ്പോൺസർഷിപ്പ് ഇടപാടുകളിൽ ഗുരുതര ക്രമക്കേടുണ്ടെന്നും കണ്ടെത്തൽ. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് സുപ്രധാന രേഖകളും ED പിടിച്ചെടുത്തു. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചിരുന്നു. വിപിൻ, EDയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ലഭിക്കുന്നത്? സൂചനകൾ എന്തൊക്കെയാണ്? SKN ശബരിമലയിൽ സംഘടിതമായിട്ടുള്ള ഒരു കൂട്ടക്കൊള്ള നടന്നിരിക്കുന്നു എന്നുള്ള SITയുടെ നിഗമനങ്ങളും കണ്ടെത്തലുകളും ശരിവെക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രധാന പ്രതികളുടെ എല്ലാം സ്ഥലങ്ങളിൽ EDയുടെ റെയ്ഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ റെയ്ഡിന് തൊട്ടുപിറകെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്ന നടപടികളിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അങ്ങനെ 1,30,00,000 രൂപയുടെ സ്വത്തുവകകളാണ് ഇപ്പോൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്തുവകകൾ, അതായത് 8ഓളം സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള 8ഓളം സ്വത്തുവകളാണ് കണ്ടുകെട്ടിയിട്ടുള്ളത്. മറ്റൊന്നുള്ളത് സ്മാർട്ട് ക്രിയേഷനിലാണ്. സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണം കണ്ടെത്തി. അത് സ്വർണ്ണ കട്ടികളായിട്ടാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. വ്യാപക ക്രമക്കേടാണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് സംശയമില്ലാതെ തന്നെ ED പറയുന്നു. ഒപ്പം തന്നെ ഇതിലൊരു സ്വർണ്ണക്കൊള്ള എന്നുള്ളതിനപ്പുറമായി ശബരിമലയിലെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനെ ഉപയോഗിച്ചു എന്നുള്ളത് കൂടി അന്വേഷണ പരിധിയിൽ വരും എന്നുള്ളത് EDയുടെ വാർത്താക്കുറിപ്പിൽ ഇന്ന് അറിയിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഇത് കൂടുതൽ ആളുകളിലേക്ക് അന്വേഷണം പോകും. ഒപ്പം തന്നെ കൂടുതൽ ആളുകൾ അറസ്റ്റിലാവാനുള്ള ഒരു സാധ്യത കൂടി ED പറഞ്ഞു വയ്ക്കുകയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അതിന്റെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ഉണ്ടാവും. മറ്റൊന്നുള്ളത് ശബരിമലയിലെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഈ കൊടിമരത്തിന്റെ കാര്യത്തിലടക്കം സ്പോൺസർഷിപ്പ് ലഭിച്ചതിലും അതിൽ വെട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതും പ്രാഥമികമായി കണ്ടെത്തിയിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ ഈ സ്വർണം പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ അത് ചെമ്പ് പാളിയാണ് എന്ന് എഴുതി ചേർത്തതിന്റെ രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതിന്റെ ആദ്യ സൂചനമായിട്ട് വേണം ഇന്നത്തെ ഈ സ്വത്തുവകകൾ മരവിപ്പിക്കുന്ന നടപടിയെ കാണാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.